കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു മയക്കുമരുന്നുകൾ കൊണ്ട് വിളയാടുകയാണ്, മയക്കുമരുന്നിൻ്റെ വിളനിലമായി മാറുകയാണ് മലയാള സിനിമ എന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് പലരും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ധൈര്യപൂർവ്വം പറഞ്ഞിരിക്കുകയാണ് വിൻഷി അലോഷ്യസ് എന്ന സൂപ്പർ നടി. തീർച്ചയായിട്ടും അവരുടെ കഥാപാത്രങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഒരു സൂപ്പർ നടി എന്ന് വിളിച്ചത്. കാരണം അവർ വളരെ മിനിമലൈസ് ആയിട്ടുള്ള, വളരെ കുറച്ചായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, ഓർത്തിരിക്കുന്ന, മറ്റു പെൺകുട്ടികൾ ചെയ്യാൻ, അതായത് ന്യൂജൻ പിള്ളേർ ചെയ്യാൻ മടിക്കുന്ന കഥാപാത്രങ്ങളാണ് വിൻസി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് അപ്രീഷിയേറ്റബിൾ ആണ്. അതിനുള്ള അവാർഡുകൾ അവർ വാരിക്കൂട്ടിയിട്ടുണ്ട്. എന്നാൽ അവരുടെ നിലപാട് അതിശക്തമാണെന്ന് അവർ വിളിച്ചറിയിച്ചിരിക്കുന്നു. കേട്ടിരുന്നോ ആ നിലപാടുകൾ? കേട്ടിരുന്നു. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവർ പറഞ്ഞത്. അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പം വലിയ രീതിയിൽ ഈ മയക്കുമരുന്ന് മാഫിയകളുടെ കയ്യിലാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പല തരത്തിലും പല രീതികളിലും ഈ എക്സൈസ് ഒക്കെ നടത്തുന്ന അന്വേഷണത്തിൽ അല്ലെങ്കിൽ അവരുടെ പരിശോധനയിൽ നിന്നും വളരെയധികം ക്വാണ്ടിറ്റി ഓഫ് ഇങ്ങനെയുള്ള രാസലഹരി വസ്തുക്കൾ അവർ നിരന്തരമായിട്ട് ഇപ്പോൾ ഈ അടുത്ത സമീപകാലത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇതിനൊന്നും ഒരു ശാശ്വതമായിട്ടൊന്നും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഇങ്ങനെയുള്ള പിടുത്തങ്ങളും അല്ലെങ്കിൽ ക്യാമ്പയിനുകളും ഒക്കെ നടന്നു പോകുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ എല്ലാ ബോധവൽക്കരണങ്ങളും നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഇത് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമാണ് ഈ വിൻഷി അലോഷ്യസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം ശാരിക പറഞ്ഞതുപോലെ തന്നെ ഒരുപടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചൊരു നടി കൂടിയാണ് അവർ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്. അവർ പറഞ്ഞത് മറ്റൊന്നുമല്ല, അതായത് നമുക്ക് ആർക്കും മറ്റുള്ളവരെ തിരുത്താനോ മറ്റുള്ളവരെ മാറ്റി ചിന്തിപ്പിക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ നമുക്ക് സ്വയം മാറാനും സ്വയം മാറി ചിന്തിക്കാനും എപ്പോഴും പറ്റും. അതിന് ആരുടെയും സഹായം വേണ്ട. അത്തരത്തിൽ തൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കിയ ഒരു നടിയാണ്. അതായത് അവർ പറഞ്ഞു താൻ ഇനി അഭിനയിക്കുന്ന, അതായത് താൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന നടൻ്റെ കൂടെ താൻ ഇനി സിനിമ ചെയ്യില്ല. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയോ ആയിക്കോട്ടെ, അത് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ തൊഴിലിടമാണല്ലോ ഒരു സിനിമ സെറ്റ് അല്ലെങ്കിൽ ഒരു സിനിമയിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ തൊഴിലിടമാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയാണത്. അത് സിനിമ എന്നുള്ളൊരു പാഷൻ അപ്പുറത്തേക്ക് അത് അവരുടെ ജോലിയാണ്. അപ്പോൾ അവരുടെ ഒരു നിലപാടാണ് അവിടെ വ്യക്തമാക്കിയത്. പക്ഷെ അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നിരുന്നത്. ശാരിക, അങ്ങനെയൊക്കെ വിമർശനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേട്ടാൽ പ്രതികരിക്കാൻ ശേഷിയുള്ള നടിയാണ് ഈ പറയുന്ന വിൻഷി. അതുകൊണ്ട് തന്നെയല്ലേ അവർ അങ്ങനെ പറഞ്ഞു? അവരെന്തൊക്കെയാണ് പറഞ്ഞത്? അതായത് അവര് ഈ നമ്മുടെ ലഹരി വിരുദ്ധ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വഭാവത്തിനുടമയായിട്ടുള്ള ഒരു ധൈര്യശാലിയ നടിയാണ് വിൻസി അലോഷ്യസ്. എനിക്ക് തോന്നുന്നു ഏഷ്യനെറ്റിലോ സൂര്യയിലോ വന്നൊരു പ്രോഗ്രാമിലാണ് അവർ ആദ്യമായിട്ട്, മഴവിൽ മനോരമയിൽ വന്നൊരു പ്രോഗ്രാമിലാണ്, ചാക്കോച്ചനൊക്കെ ഗസ്റ്റ് ആയിട്ടിരിക്കുന്ന പ്രോഗ്രാമിലാണ് അവർ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് അവരെ ഉടക്കുന്ന അങ്ങനെയാണ്. അതിലൂടെ സിനിമയിലേക്ക് വന്ന ഒരാളാണ് വിൻസി എന്ന് പറയുന്നത്. ആദ്യം ചെറിയൊരു റോളിലൂടെ വന്നു, വളരെ തമാശയായിട്ടും എന്നാൽ അതിലും നല്ലപോലെ സീരിയസ് കഥാപാത്രങ്ങളും ചെയ്യാൻ, ശക്തമായ കഥാപാത്രങ്ങളും ചെയ്യാനും കഴിവുള്ളവളാണെന്ന് അവരുടെ ഓരോ കഥാപാത്രങ്ങളും പിന്നീട് തെളിയിച്ചു എന്നുള്ളതാണ്. ടൈറ്റിൽ റോളിൽ വന്ന സിനിമയിലൂടെ അവർ സംസ്ഥാന അവാർഡ് നേടിയെടുത്തു. അതോടൊപ്പം തന്നെ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞ ഒരു നാഷണൽ വൈഡ് അവാർഡുകൾ വാരിക്കൂട്ടിയ ഉത്തർപ്രദേശിലെ ഒരു സിസ്റ്ററിന്റെ കഥ പറഞ്ഞു. അത് അങ്ങനെ ആരും ചെയ്യാൻ പെട്ടെന്ന് മടിക്കുന്ന ഒരു കഥാപാത്രം. ഞാനത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ആ സിനിമ ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് ഇത്രയും പവർഫുൾ സിനിമ എന്ന് വെച്ചിട്ട് എനിക്ക് സീറ്റ് ഫ്രണ്ടിലാണ് കിട്ടിയത്. എന്നിട്ട് ഞാനത് പോയി കണ്ടു, അതിനെക്കുറിച്ച് റിവ്യൂ ഇടുകയും ചെയ്തു. ആൻഡ് സൂപ്പർ ബയോപിക് ഓഫ് എ സിസ്റ്റർ. നമ്മുടെ ഉത്തർപ്രദേശിലൊക്കെ ഈ ആൾക്കാരെ, ജന്മികളുടെ പീഡനങ്ങൾക്ക് ഇരയായി ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. അങ്ങനെ അവർ മരിച്ചുപോയി, ആ സിസ്റ്റർ മരിച്ചുപോയി. അവരുടെ ഒരു സ്റ്റോറി അഡാപ്റ്റേഷൻ ആയിരുന്നു ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഇവർ സിസ്റ്ററായിട്ട് നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു വിൻസി. അതിമനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പല ഭാഷകളിൽ റിലീസ് ചെയ്തൊരു പടമാണ്. ഭയങ്കര ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഒക്കെ കിട്ടിയ, ഈ അവാർഡൊക്കെ കിട്ടിയ ഒരു പടവും കൂടെയായിരുന്നു. അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ തന്നെ ഊഹിക്കാം അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ആക്ടിങ് എന്താണെന്നുള്ളത്. നോർമലി സാധാരണ ഇങ്ങനെയുള്ള യൂത്ത്സ് ഒക്കെ അഭിനയിക്കുന്ന പോലെ ഒരു അഭിനയം അല്ല വിൻസിയുടെ ആ ഒരു അന്നത്തെ ഒരു സ്റ്റേജ് പെർഫോമൻസ്, ആ ഒരു സിനിമ TV ഷോയിലെ സ്റ്റേജ് പെർഫോമൻസ് കാണാൻ നമ്മൾ വിചാരിക്കും ഇവർ നോർമൽ ഒരു ക്യൂട്ട് ആൻഡ് കൊമേഡി ആർട്ടിസ്റ്റ് അങ്ങനെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു എന്ന് പിന്നീട് അവരുടെ സെലക്ഷൻ ഓഫ്, അവരുടെ ചോയ്സ് ആണത്. അവർ സെലക്ട് ചെയ്ത പടങ്ങൾ, മൂവീസ് കാണുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ പിടിച്ചിരുത്തുന്ന ഓരോരോ കഥാപാത്രങ്ങളാണ് അവർ ചെയ്ത് കൂട്ടി. നമ്മൾ അവരോടൊപ്പം ഹോണ്ടഡ് ആയി പോകും. അത്രയും പവർഫുൾ കഥാപാത്രങ്ങളാണ് അവർ ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും. സോ അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകളും അതുപോലെ തന്നെയാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ ലഹരി എന്ന് പറയുന്നതിൻ്റെ ഒരു ഉറവിടം അത് മെയിനായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾക്കറിയാം ആലപ്പുഴയിൽ പിടിച്ച 2.5 കോടിയുടെ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് സിനിമയിലേക്കാണെന്നാണ് അത് കടത്തിയ ആൾ പറഞ്ഞത്. പല നടന്മാരും അത് നിഷേധിച്ചെങ്കിലും നടന്മാരുടെ പേരുകൾ പുറത്തു പറയുകയുണ്ടായി. അത് പക്ഷേ ഇതുവരെ പോലീസിൽ കേസെടുക്കിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും. പക്ഷേ 2 കോടിയുടെ കഞ്ചാവ് എന്തായാലും സാധാരണക്കാരന് തിന്നാനല്ല, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനല്ല, അതെല്ലാം സിനിമ ഫീൽഡിലേക്കാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയപ്പെടുന്ന പോലെ കാസർഗോഡ്, മഞ്ചേശ്വരം അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇതിൻ്റെ ഒരു ഇടനാഴിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വടക്ക് നിന്നും തെക്ക് നിന്നും വരുന്നുണ്ട്. ഗോവ
എല്ലായിടത്തു നിന്നും കേരളത്തിലേക്ക് ഈ സാധനം കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് MDMA ഇറക്കുന്നതിന്റെ കാരണം സിനിമയാണ്. ഇതിന് ഇതിനൊരു എന്താ പറയുക, ഇതിനൊരു ഫലഭൂഷ്ടമായ വളം എന്ന് പറയുന്നത്, ഫലക്കുറുള്ള മണ്ണെന്ന് പറയുന്നത് സിനിമ ഫീൽഡ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടാവണം ആൾക്കാർ ഇവിടെ ഏറ്റവും കൂടുതൽ അത് സിനിമയിലേക്കാണ് ഇറക്കുന്നത്. കാരണം സിനിമയിൽ ഇറക്കാൻ കാരണം സിനിമാ നടന്മാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടിമാർ ഉപയോഗിക്കുന്നുണ്ട്, ടെക്നീഷ്യന്മാർ ഉപയോഗിക്കുന്നുണ്ട്, സംവിധായകർ ഉപയോഗിക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ ഒരു 50% ആൾക്കാർ ചിലപ്പോൾ ഇതിനകത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ടാവാം, നമുക്കറിയില്ല. പ്രശസ്തരായ നടന്മാരും നടിമാരും ഉപയോഗിക്കുന്നുണ്ടാവും, നമുക്കറിയില്ല. ഇത് തന്നെയായാലും മയക്കുമരുന്നിന്റെ ഒരു വിളനിലം തന്നെയാണ് സിനിമ എന്ന് നമുക്ക് എല്ലാവർക്കും ഏതാണ്ടൊക്കെ ഉറപ്പായി. അപ്പോഴാണ് വിൻസിയുടെ ഈ പ്രസ്ഥാനം, കാരണം വിൻസിയെ ചൊറിഞ്ഞതാണ്. കാരണം വിൻസി ലഹരി വിരുദ്ധ ആരോടും ഒന്നും പറയാതെ തന്നെ അവരുടേതായ കാര്യങ്ങൾ നോക്കി അവരുടേതായ നല്ല നല്ല സിനിമകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ അവർ പങ്കെടുത്തപ്പോൾ ഒരു കാര്യം അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ലഹരി ഉപയോഗിച്ച് അഭിനയിക്കുന്ന നടന്മാരോടൊപ്പം ഞാൻ ഇനി സിനിമ ചെയ്യില്ല, അങ്ങനൊരു സിനിമാ ഫീൽഡിലേക്ക് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അതിനെതിരെ അവർക്ക് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടുകയാണ്. ഇവൾ ആരാണ്, ഇവർക്ക് വല്ല സിനിമയുണ്ടോ, വല്ലപ്പോഴും കിട്ടുന്ന പടങ്ങളല്ലേ ഉള്ളൂ, ഇവളെന്നാ മോഹൻലാലാണോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറോ ലേഡി സൂപ്പർ സ്റ്റാറോ എന്നൊക്കെ രീതിയിലുള്ള വളരെ മ്ലേച്ഛകരമായ കമന്റുകൾ കണ്ട് സഹിക്കാൻ വയ്യാതെ നിലപാടുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും തുറന്നടിക്കും. അങ്ങനെ വിൻസി വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് കൃത്യമായി തന്നെ നിലപാടുകൾ പറയുകയുണ്ട്. അതിന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അതായത് മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു നടൻ ഒരു ഷോട്ടിന് ശേഷം ഡ്രസ്സ് മാറാനായിട്ട് പോകുമ്പോൾ അവരോട് പറയുകയാണ് ഞാനും കൂടെ സഹായിക്കാൻ വരാമെന്ന്. അത്രയും ക്രൂവിന്റെ മുമ്പിൽ നിന്നാണ് അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഒരു ബോധമില്ല, അയാൾക്ക് അറിയില്ല, അയാൾ നല്ല നടനാണ്. പക്ഷേ ഈ വിൻസിക്ക് അതൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വിൻസി വല്ലാതെ ഒരു ഷോക്ക് ടൈപ്പ്. അപ്പോഴാണ് വിൻസി ശ്രദ്ധിക്കുന്നത് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതാണ്, ഇയാളുടെ വായിലൊക്കെ ഈ പറയപ്പെടുന്ന സാധനങ്ങൾ ഇരിക്കുന്നതായിട്ട് വിൻസിയെ നേരിട്ട് കണ്ടു. ആ സമയത്ത് സ്പിറ്റ് ചെയ്ത് കളഞ്ഞു എന്നാ പറയുന്നത്. പക്ഷെ അത് അവിടെ പരസ്യമായ രഹസ്യമാണ്. ആ നടൻ അത് അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വിൻസിക്ക് എന്താ ചെയ്യാൻ പറ്റുക? വിൻസി ഭയങ്കരമായിട്ട് അതിനെ, കാരണം ഇത് ഒരാൾക്ക് ന്യൂസൻസ് ആണ്. ഇനി അയാൾ കൂടുതൽ അഭിനയിക്കുമ്പോൾ അഭിനയത്തിന്റെ പേരിൽ എന്തൊക്കെ ചെയ്യുമെന്ന് പോലും വിൻസിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് തന്നെ വിൻസി പറഞ്ഞു താൻ ഇനി ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കില്ല, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നടന്മാരോടൊപ്പം അഭിനയിക്കില്ല. അപ്പോഴാണ് സൈബർ ബുള്ളിങ് അതിരൂക്ഷമായത്. ചില നടന്മാർ കള്ളു കുടിക്കും, ചില നടന്മാർ സിഗരറ്റ് വലിക്കും, അതൊക്കെ അവരുടെ ഇഷ്ടം. കാരണം എല്ലായ്പ്പോഴും ഇന്നും ഈ നിമിഷം വരെയും നടന്മാരുടെ കുത്തക തന്നെയാണ് സിനിമാ ലോകം എന്ന് പറയുന്നത്. അതിൽ സംശയമൊന്നുമില്ല. അത് പൊട്ടിച്ചു പുറത്തു വന്ന് വളരെ കുറച്ച് നടിമാരേ ഉള്ളൂ. മഞ്ജു വാര്യര് അല്ലെങ്കിൽ നയൻതാര, അങ്ങനെ അങ്ങനെ ആ ഒരു ടൈറ്റിൽ റോളിൽ വരുന്ന ആൾക്കാര്, പ്രിയങ്ക ചോപ്ര, ഇവരെ പോലെയുള്ള കുറച്ച് ആൾക്കാർ, ദീപിക പദുക്കോൺ, ഇവരൊക്കെ നായകന്മാരില്ലെങ്കിലും അവരുടെയൊക്കെ പടങ്ങൾ വിജയിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ നായകന്മാരുടെ, അല്ലെങ്കിൽ നായികമാരെല്ലാം ബാക്കിയുള്ളവരൊക്കെ നായകന്മാരുടെ തണലിൽ വരുന്ന നായികമാരാണ്. പ്രത്യേകിച്ച് തൃഷാകൃഷ്ണനെ പോലെയൊക്കെ പോലുള്ളവരൊക്കെ പവർഫുൾ നടിമാരാണെങ്കിലും എപ്പോഴും നായകന്റെ കീഴിൽ വരുന്നവരാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന നയൻതാരയോ അല്ലെങ്കിൽ മഞ്ജു വാര്യരോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിയങ്ക ചോപ്രയൊന്നും നായകന്മാരില്ലെങ്കിലും പടം ഹിറ്റാക്കുന്ന നടിമാരാണ്. അവരെയൊക്കെ നമുക്ക് പറയാം നായകന്മാരില്ലാതെ അഭിനയിക്കുന്നുണ്ട്. സോ നായകന്മാരുടെ കുത്തക ആയതുകൊണ്ട് തന്നെയും ഈ ഫീൽഡുകളിൽ നിൽക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ വിൻസിയെ സംബന്ധിച്ചിടത്തോളം വിൻസി സിനിമയുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ വന്ന ഒരു കലാകാരിയായിട്ട് TV ഷോസിലൂടെ വന്ന ഒരാളാണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതാണ് സിനിമ ഇല്ലെങ്കിലും തനിക്ക് ജീവിക്കാം. ഈ സിനിമ കണ്ടിട്ടല്ല അവർ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആക്കി, നല്ല ചങ്കൂറ്റായി. അതായത് തീർച്ചയായും, അതായത് അവർ ആദ്യം ഇത് പറഞ്ഞു, ഇങ്ങനൊരു പ്രസ്താവന പറഞ്ഞു, അത് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ അതിനെതിരെ വിമർശനങ്ങൾ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ വന്നപ്പോൾ, ആ കമന്റുകൾ കണ്ടിട്ട് മറുപടി പറയണം, അല്ലെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കണം എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. അവർ രണ്ടാമത് വീണ്ടും വരാൻ തയ്യാറായി. ഏകദേശം ഒരു 12 മിനിറ്റുള്ളൊരു വീഡിയോ അവർ സ്വയം ഇട്ടു. അവർ പറയേണ്ട കാര്യങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ പോലെ അതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ എന്ന് പറയുന്ന വ്യക്തി, തനിക്ക് സിനിമ ഇല്ലാതൊരു ജീവിതം ഇല്ല, അങ്ങനെ ഒരു നിലപാടല്ല ഉള്ളത്. സിനിമ ഇല്ലെങ്കിലും താൻ ജീവിക്കും. അതായത് സിനിമ തനിക്ക് ഇഷ്ടമാണ്, പക്ഷേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടാൻ താൻ ആരുമല്ല, അല്ലെങ്കിൽ താൻ അതിനകത്ത് അഭിപ്രായം പറയില്ല. പക്ഷേ ഒരു തൊഴിലിടത്തിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ താൻ അഭിനയിക്കുന്ന സിനിമയിൽ സ്വാഭാവികമായിട്ടും തൻ്റെ കോസ്റ്റാറായിട്ട് അല്ലെങ്കിൽ കോ ആക്ടറായിട്ട് വരുന്ന ആളുകൾ അത്തരത്തിൽ ഉള്ള ലഹരി ഉപയോഗം ഉള്ള ഒരാളാണെങ്കിൽ അത് തൻ്റെ തീരുമാനമാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ താൻ തൻ്റെ തീരുമാനമാണെന്നുള്ളത്. പക്ഷേ ഇന്ന് വിൻസി ഇത്ര ബോൾഡായിട്ട് അല്ലെങ്കിൽ ഇത്ര ധൈര്യത്തോടെ വന്ന് 10 ആളുകൾ കൂടിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് തൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോഴും ഇത് കാലാകാലങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ നടക്കുന്ന കാര്യമാണെന്ന് പലർക്കും അറിയാം. ഇപ്പൊ വിൻസി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം, അല്ലെങ്കിൽ ഒരു 5-6 വർഷം മാത്രമേ ആയുള്ളൂ ഈ ഒരു മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട്. അതിനു മുമ്പ് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ആ റിയാലിറ്റി ഷോയിലൂടെ വന്നു. അതിന് മുൻപ് പല പരിപാടികളിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ആ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് ആ ഒരു ആക്ടിങ്ങിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നു, അങ്ങനെയാണ്. പക്ഷേ അതിനൊക്കെ മുൻപ് ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, അതിപ്പം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇതെല്ലാം അറിയുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സഹിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ
ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗം നേരിടുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലംസ് എന്താണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ അപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് പരാമർശിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ടാണ് ഈ സിനിമാ ഫീൽഡിലുള്ള അല്ലെങ്കിൽ ചില ആക്ടേഴ്സിന്റെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ എതിരെ ഇത്തരത്തിലുള്ള കേസുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ വലിയൊരു എമൗണ്ട് ഓഫ് ഈ കഞ്ചാവ് അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കൾ പിടിക്കുമ്പോൾ വീണ്ടും വിരൽ ചൂണ്ടപ്പെടുന്നത് ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ആ മേഖലയെ എടുത്തു പറയുന്നത്. അല്ലാതെ മറ്റു മേഖലകളിലൊന്നും ഇതില്ല. സിനിമാ മേഖലയെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ്, ഇൻഡസ്ട്രി ആണെന്ന് നമ്മൾ സമർത്ഥിക്കുകയല്ല. പക്ഷേ അപ്പോഴും വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഈ ഒരു യുവ നടി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഗട്ട്സുള്ള എത്ര നടിമാര് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ട് ശരിക. അതെ, കാരണം വിൻസി എടുത്ത ധീരമായ നിലപാട് തന്നെയാണ്. വിൻസി ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവർ പറയുന്നത് ഇങ്ങനെ അവരൊറ്റ കാര്യത്തിൽ പറഞ്ഞു നിർത്തുകയാണ്, ഈ മയക്കുമരുന്നിന്റെ പേരിൽ മയക്കുമരുന്നിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വേണ്ട, അല്ലെങ്കിൽ ഇവർക്കെതിരെ സൈബർ ബുള്ളിങ് നടത്തുന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടി ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വ്യാപകമാണെന്നതിൽ ഒരു സംശയമില്ല എന്ന് വിൻസി നേരിട്ട് തന്നെ പറയുകയാണ്.